വളരെ വേഗത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഈ ലോകത്ത് 5G യുഗത്തിലും 10 മിനിറ്റ് ഫാസ്റ്റ് ഡെലിവറി യുഗത്തിലും ജീവിക്കുന്ന മനുഷ്യർ ഇൻസ്റ്റൻ്റായി കാര്യങ്ങൾ നേടണമെന്ന ഒരു മനഃശാസ്ത്രത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. എല്ലാം പെട്ടെന്ന് നടക്കണം, വളരെ വേഗത്തിൽ താല്പര്യങ്ങൾ നടന്നു പോകണമെന്ന ചിന്തയിലൂടെ വളർന്നു വരുന്നവരാണ് പുതിയ തലമുറ. എന്നാൽ ഇൻസ്റ്റന്റ് യുഗത്തിൽ പരിശുദ്ധമായ റമദാനിലെ നോമ്പ് വളരെ കൃത്യമായി നമുക്കെന്താണ് സഹനം എന്ന് പഠിപ്പിച്ചു തരികയാണ്. ചോദിക്കുന്ന കാര്യങ്ങൾ അപ്പോൾ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന തലമുറക്ക് പരിശുദ്ധമായ നോമ്പ് ഒരു ഡി അഡിക്ഷൻ തെറാപ്പി കൂടിയാണ്. കാത്തിരിക്കാനും ചിലപ്പോൾ വേണ്ട എന്ന് തന്നെ വെക്കാനുമുള്ള വലിയ ഒരു മനഃശാസ്ത്രം പഠിപ്പിച്ചു തരുന്ന ഒന്നാണ് നോമ്പ്. സ്വബർ എന്നത് എല്ലാം സഹിച്ചിരിക്കുക, അല്ലെങ്കിൽ ഒരു മറുപടിയും നൽകാതെ പ്രതികരിക്കാതെ ഇരിക്കുക എന്നല്ല. പരിശുദ്ധമായ ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത് ഒരാൾ നമ്മെ പ്രകോപിപ്പിക്കുമ്പോൾ തിരിച്ച് അതേ നാണയത്തിൽ മറുപടി നൽകാൻ കഴിവുണ്ടായിട്ടും നോമ്പുകാരനാണെന്ന് കരുതി വളരെ നിയന്ത്രിതമായ മനസ്സോടുകൂടി അടങ്ങി നിൽക്കുന്നതിനാണ് യഥാർത്ഥ സ്വബർ എന്ന് പറയുന്നത്. നമ്മുടെ ഇമോഷൻസിനെ നമ്മുടെ കൺട്രോളിൽ നിർത്താനുള്ള ഒരു ശേഷി, അതൊരു ദൗർബല്യമല്ല, അത് ഏറ്റവും വലിയ കരുത്താണ്. അതാണ് സഹനമെന്ന് നോമ്പ് നമ്മെ പഠിപ്പിക്കുകയാണ്. മാത്രവുമല്ല, വളരെ എക്സാക്റ്റായ കൃത്യമായ ഒരു ടൈമിങ്ങിനുള്ള കാത്തിരിപ്പ് കൂടിയാണ് പരിശുദ്ധമായ റമദാൻ. ഇഷ്ടമുള്ള വിഭവങ്ങളേറെ ഉണ്ടായിട്ടും കഠിനമായ വിശപ്പ് അനുഭവിക്കുമ്പോഴും വളരെ കൃത്യമായ മഗ്രിബ് എന്ന ഒരു സമയത്തേക്കുള്ള കാത്തിരിപ്പ് കൂടിയാണ് പരിശുദ്ധമായ റമദാൻ. നമ്മുടെ ജീവിതത്തിൽ എന്തും നേടാൻ നമുക്ക് സാധ്യമാകുമ്പോഴും എന്തും റബ്ബിനോട് ചോദിക്കുമ്പോഴും അത് നൽകാതെ പോകുമ്പോഴേക്ക് നമ്മൾ നിരാശരാവാൻ പാടില്ല. വളരെ കൃത്യമായ മഗ്രിബ് എന്ന ഒരു എക്സാക്റ്റ് സമയത്തിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് കാത്തിരിക്കാൻ പറയുകയാണ്. ബാങ്ക് വിളിക്കാൻ 1 മിനിറ്റ് കൂടി സമയമുള്ളപ്പോഴും മുന്നിലുള്ളത് നമ്മൾ എടുത്തു കഴിക്കാറില്ല. അതിൻ്റെ പീക്ക് സമയത്തിന് വേണ്ടി കാത്തിരിക്കുന്നത് പോലെ ജീവിതത്തിൽ കൊതിക്കുന്നതെല്ലാം അപ്പോൾ കിട്ടണമെന്നുള്ള ചിന്ത ഒഴിവാക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്കും അവനും അനുയോജ്യമായ ഒരു സമയത്തിന് വേണ്ടി നീട്ടിവെച്ചിരിക്കുകയാണ്, അതിനുവേണ്ടി ഞാൻ കാത്തിരിക്കാൻ തയ്യാറാണ് എന്നുള്ള ഒരു സഹനം കൂടി നോമ്പ് നമ്മെ പഠിപ്പിച്ചു തരികയാണ്. അള്ളാഹു പറയുന്നു, ഇന്നല്ലാഹ മഅസ്സാബിരീൻ, ക്ഷമിക്കുന്നവരുടെ കൂടെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. ക്ഷമ എന്നത് നമ്മുടെ താല്പര്യങ്ങളെയും ഇംഗിതങ്ങളെയും അള്ളാഹുവിൻ്റെ പൊരുത്തത്തിനും അവൻ്റെ